കാലവർഷം പടിവാതിൽക്കലെത്തി നിൽക്കെ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഇന്നലെ 4 റെഡ് അലേർട്ടായിരുന്നെങ്കിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ കർണാടകയ്ക്ക് മുകളിലുള്ള ചക്രവാത ചുഴി നാളെയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. വരുന്ന 3 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും വെള്ളി ശനി ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. ഇന്നത്തെ അലേർട്ടുകൾ വിശദമായി അറിയാം. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റെല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലവർഷത്തിന് മുന്നോടിയായ പ്രീ മൺസൂൺ മഴയാണ് കേരളത്തിൽ ലഭിച്ചതെങ്കിലും വടക്കൻ ജില്ലകളിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കിയ മഴയാണ് ലഭിച്ചത്. അതിശക്തമായ മഴയെ തുടർന്ന് കണ്ണൂരിലെ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെ 10 മണിക്ക് തുറക്കുമെന്ന് മുന്നറിയിപ്പ്. കൂടാതെ വളപട്ടണം പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു.